ഈ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോ ഞാൻ ചെയ്യാൻ പോണത് ഒരു 4ഉം 6ഉം ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിൽ JPG ഫയൽ സെലക്ട് ചെയ്യുക. ഓൾ കൊടുത്തതിന് ശേഷം 4ഉം 6ഉം സെലക്ട് ചെയ്യുക. ഡണ്ണ് കൊടുത്തിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഇനി എനിക്കിത് A4 ഇത് A4 സൈസാണ്. 21x29.8 21 വിത്തും 29.7 ഹൈറ്റുമാണ് സെൻറ്റിമീറ്റർ വരുന്നത്. ഇനി ഞാൻ ഡൗൺലോഡ് ചെയ്ത ഇമേജിനെ ഞാനിവിടെ സെലക്ട് ചെയ്യണം. റീസെൻറ്റ് ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്തു. ഞാനെടുത്ത സൈസ് എന്ന് പറയണത് 5.2 സെൻറ്റിമീറ്ററും 9.7 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, നമുക്കിവിടെ പെട്ടെന്ന് ചെയ്യാനൊരു സംഭവം പറഞ്ഞുതരാം. പൊസിഷൻ സെലക്ട് ചെയ്യുക, അഡ്വാൻസ് സെലക്ട് ചെയ്യുക. ഇവിടെ വിഡ്ത്ത് ഞാൻ എത്ര പറഞ്ഞത്? വിഡ്ത്ത് 9.7 സെൻറ്റിമീറ്റർ. 9.7 സെൻറ്റിമീറ്റർ. ഇവിടെ 5.2 സെൻറ്റിമീറ്റർ. 5.2 സെൻറ്റിമീറ്റർ ലോക്ക് ചെയ്യാം. ഈ സൈസ് കിട്ടി. ഞാനിവിടെ സെറ്റ് ചെയ്തു. ഓക്കെ, ഇതിന് ഞാനിവിടെ ഇത് ഒരെണ്ണോടെ ഞാൻ സെറ്റ് ചെയ്യണം കേട്ടോ. ഒരെണ്ണം കൂടി ഇവിടെ സെറ്റ് ചെയ്യണേ. ഇതിന് പതുക്കെ നമ്മൾ സൂം ചെയ്ത് കൊടുക്കാം. ഇതിനവിടെ ലെവൽ ചെയ്യാം. ഓക്കെ, നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒരു മെഷർമെൻറ്റും കൂടി കിട്ടും ഇവിടെ. ഓക്കെ, ഇനി ഇതിനെ ഞാനിവിടെ പോസ്റ്റ് ചെയ്തു. ഇതിനെ അപ്ലോഡ് ചെയ്തിട്ട് ഇതിനെ എടുത്തിട്ട് ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്തു. ഇനി ഇതിനെ മൾട്ടിപ്പിൾ സെലക്ട് ചെയ്യുക, ഗ്രൂപ്പാക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പാക്കിയാൽ മതി, പ്രശ്നമൊന്നുമില്ല. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, ലെവൽ സെറ്റ് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഇപ്പം നമുക്കൊരു പേജിൽ 2, 4, 6, 8, 10 എണ്ണം കിട്ടി. ഓക്കെ, ഇതാണ് ശരിക്കുള്ള നെയിം സ്ലിപ്പിൻ്റെ സൈസ് വരുന്നത്. നമ്മൾ ഇതിൽ കുറച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 to 12 എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും മുമ്പുള്ള സൈസ് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാം. സെലക്ട് ചെയ്യുക. കുറച്ചും കൂടെ ചെറുതാവും. ഇത് ചെറുതാവുമ്പോൾ എഴുതാനുള്ള സ്പേസ് ഉണ്ടാവില്ല. ഓക്കെ, വളരെ ചെറുതായി പോവും. ഇതിനെ എന്നിട്ട് വീണ്ടും സെലക്ട് മൾട്ടിപ്പിൾ കൊടുത്തിട്ട് സെലക്ട് ചെയ്തിടാം. ഇതിനെന്നിട്ട് ചെറിയ രീതിയിലൊന്ന് അഡ്ജസ്റ്റ് കൊടുത്തിട്ട് സെൻറ്ററിലോട്ട് കൊണ്ടുവരാം. ഇപ്പം നമുക്ക് ഏകദേശം ഒരു 12 നെയിം സ്ലിപ്സ് കിട്ടിയിട്ടുണ്ട് A4 സൈസിൽ. പക്ഷേ ഇതിൻ്റെ സൈസ് എന്ന് പറയണത് കാണിച്ചു തരാം. ഈ ഒരു സൈസാണ്. 8 വിഡ്ത്തും 4.3 സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ് വരുന്നത്. ജസ്റ്റ് നിങ്ങളുടെ A4 എടുത്തിട്ട് ആ ഒരു സെൻറ്റിമീറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്ന് നോക്കാം. ലൈക്ക് ക്ലാസ്, ഡിവിഷന്, സബ്ജക്റ്റ്, റോൾ നമ്പർ. ഓക്കെ, നമുക്കിപ്പോൾ സപ്പോസ് പേര് ഓൾറെഡി മുകളിൽ എഴുതിയിട്ടുണ്ട്, താഴെ സ്കൂളിൻ്റെ നെയിം എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അഡ്ജസ്റ്റ് ചെയ്യാം ഈ ഒരു സൈസിൽ. സപ്പോസ് ചെറിയൊരു പോയിൻ്റ് പെന്നാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നെയിം സ്ലിപ്പിന് ഓൾവേസ് യൂസ് CD മാർക്കർ. CD ഉപയോഗിക്കുന്ന പെന്ന് യൂസ് ചെയ്തിട്ട് വേണം നെയിം സ്ലിപ്സ് എഴുതാൻ. പേന ഉപയോഗിച്ചാൽ തെളിയില്ല. ഓക്കെ, ഇത്രയാണ് ചെയ്യേണ്ടത്. ഇനി ഇതിനെ നമുക്കിപ്പോൾ റൂളറൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ പോവുക. മാർജിൻ റൂൾ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ബ്ലീഡ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇനി മാർജിൻ വേണ്ട, എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക്. ഇതിൻ്റെ കറക്റ്റ് ഒരു പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം യൂസ് ചെയ്യണത്. ഓക്കെ, സെലക്ട് ആക്കുക, മൾട്ടിപ്പിൾ സെലക്ട് ചെയ്യുക. ഇതിനൊരു കറക്റ്റ് ഒരു പൊസിഷനിൽ കൊണ്ടുവരാനാണ് ഈ സെൻറ്ററിലൊരു ബ്ലീഡ് വരുന്നത്. ഓക്കെ, നമുക്കതനുസരിച്ച് കട്ട് ചെയ്യാം. ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത് നമ്മുടെ കട്ടിങ് മെഷീനിലൊക്കെ
ബ്ലീഡ് ചെയ്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ യൂസ് ചെയ്യണത്. അല്ല ജസ്റ്റ് ഹാൻഡ് കട്ടിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് പേജ് കവർ ചെയ്തിട്ട് ഇത് ഒഴിവാക്കിക്കൊണ്ട് തന്നെ പ്രിൻ്റ് എടുത്ത് കൈ കൊണ്ട് കട്ട് ചെയ്യാം. ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണത്.